കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ നോക്കാം. ഓക്കെ, നമ്മൾ റൊട്ടേഷൻ മോഷനിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, suppose a system of particles containing n particles. എത്ര പാർട്ടിക്കിൾ ഉണ്ട്? n പാർട്ടിക്കിൾ. നമ്മുടെ ഒരു സിസ്റ്റം ആണ്, അത് റൊട്ടേറ്റ് ചെയ്യാണ്, അതിൽ കുറേ മാസുകളുണ്ട്. m1 m2 m3 അങ്ങനെ n പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അത് അബൌട്ട് ആൻ ആക്സിസ് അത് റൊട്ടേറ്റ് ചെയ്യാം. ഓരോ മാസവും ഓരോ ഡിസ്റ്റൻസിലായിരിക്കും ഫ്രം ആക്സിസ്. നമുക്ക് R1 R2 അങ്ങനെ എടുക്കാം. അപ്പൊ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ എടുക്കാം. ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി kE1 ഹാഫ് m1 v1 സ്ക്വയർ അല്ലേ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി ഹാഫ് m1 v1 സ്ക്വയർ എന്ന് എഴുതാം. വെലോസിറ്റി v1 ആണ്, ലീനിയർ വെലോസിറ്റി. രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് m2 v2 സ്ക്വയർ. അങ്ങനെ nth പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് mn vn സ്ക്വയർ. അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതിയല്ലോ അല്ലെ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ പ്ലസ് എക്സെട്ര ഹാഫ് mn vn സ്ക്വയർ. ഇതായിരിക്കും കൈനറ്റിക് എനർജി. ഇനി v എന്ന് പറഞ്ഞാൽ എന്താ? v r ഒമേഗയാണ്. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ പാർട്ടിക്കിളിന്റെ ആംഗുലാർ വെലോസിറ്റി സെയിം ആണ്, ഒമേഗ സെയിം ആണ്, r ആണ് വ്യത്യാസം. അപ്പൊ v1 നമുക്ക് r1 ഒമേഗ എന്നും v2 r2 ഒമേഗ എന്നും അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി ഇങ്ങനെ എഴുതാം, ഹാഫ് m1 v1 എന്ന് കൊടുക്കാം, r1 ഒമേഗ സ്ക്വയർ 1 ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 എന്ന് കൊടുക്കാം, r2 ഒമേഗ. അപ്പോൾ r2 ഒമേഗ ഹോൾ സ്ക്വയർ ആണ്, r2 സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഓക്കെ, v2 സ്ക്വയർ r2 സ്ക്വയർ ഒമേഗ സ്ക്വയർ, v1 സ്ക്വയർ r1 സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ ഇതുവരെ ഹാഫ് എങ്ങനെ എഴുതാം? താഴെ എഴുതാം പ്ലസ് ഹാഫ് mn r സ്ക്വയർ ഒമേഗ സ്ക്വയർ. എല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്ക് ഈ ഹാഫ് ഒമേഗ സ്ക്വയർ എടുക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഒമേഗ സ്ക്വയർ, ഹാഫ് ഒമേഗ സ്ക്വയർ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കും. ബാക്കി ഉണ്ടാകില്ല. ഇവിടെ m1 r1 സ്ക്വയർ, m1 r1 സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ ഒമേഗ സ്ക്വയർ എടുത്താല് m2 r2 സ്ക്വയർ പ്ലസ് എക്സെട്ര ലാസ്റ്റ് എന്താ വരിക mn rn സ്ക്വയർ. ഹാഫ് ഒമേഗ സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കിയതല്ലേ? ഇനി ആ ബ്രാക്കറ്റിൽ ഇരിക്കുന്നുണ്ടോ നോക്കിയാൽ m1 r1 സ്ക്വയർ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, m2 r2 സ്ക്വയർ രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ജസ്റ്റ് കൂട്ടിയാൽ മതി, അത് ഓർത്തിരിക്കട്ടെ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റം ഐ കിട്ടാം. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഒമേഗ സ്ക്വയർ i, ഹാഫ് ഒമേഗ സ്ക്വയർ i. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് i ഒമേഗ സ്ക്വയർ. എന്താണ്? ഹാഫ് i ഒമേഗ സ്ക്വയർ. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ലീനിയർ മോഷനിലെ കൈനറ്റിക് എനർജി എന്താ? ലീനിയർ മോഷനിലെ കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ. കമ്പയർ. റൊട്ടേഷൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് i ഒമേഗ സ്ക്വയർ ലീനിയർ ഹാഫ് mv സ്ക്വയർ. m ആരാണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ. റൊട്ടേഷനിലെ മാസിന് പകരം ആരായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും. v ലീനിയർ വെലോസിറ്റിക്ക് പകരം ആരെയാണ്? ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അത്രയുള്ള വ്യത്യാസം. ഓക്കെ,
അപ്പോൾ ഇതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഡെറിവേഷൻ. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് 2-3 സ്റ്റെപ്പിൽ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓരോ പാർട്ടികളുടെ ഹാഫ് m1 v1 സ്ക്വയർ അങ്ങനെ എടുത്തു. ടോട്ടൽ കിട്ടി. അതിൽ v1 സ്ക്വയറിന് പകരം r1 ഒമേഗ ഹോൾ സ്ക്വയറിന് കൊടുക്കുന്നു, v2 സ്ക്വയറിന് പകരം r2 ഒമേഗ ഹോൾ സ്ക്വയർ അങ്ങനെ എടുക്കുന്നു. എന്നിട്ട് കോമൺ ആയിട്ട് ഹാഫ് ഒമേഗ സ്ക്വയർ പുറത്തെടുക്കുന്നു. ബാക്കി ബ്രാക്കറ്റിൽ വരുന്നത് m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് എക്സെട്ര. നമുക്ക് കിട്ടുന്ന എന്താണ്? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ ബോഡി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. Next, conservation of angular momentum. We already studied conservation of linear momentum. എന്തായിരുന്നു? If no external force acting, total linear momentum of the system remains conserved. അതുപോലെ ആംഗുലാർ മൊമെന്റം കൺസേർവ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് നമ്മൾ ഏത് മൊമെന്റം പറയാം? ആംഗുലാർ മൊമെന്റം. അവിടെ ഫോഴ്സിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ടോർക്ക്. അപ്പൊ ടോർക്ക് ഇല്ല എങ്കിൽ അപ്പൊ ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയാം, if torque external equal to 0, then angular momentum L നമുക്ക് I omega എന്ന് T is equal to mv അല്ലേ? മൊമെന്റം മാസിന്റെ വെലോസിറ്റി. പിക്ക് പകരം ലീനിയർ മൊമെന്റത്തിന് ആംഗുലാർ മൊമെന്റം L, മാസിന് പകരം എമ്മിന് പകരം I, വിക്ക് പകരം ഒമേഗ. അപ്പോൾ L is equal to I ഒമേഗ, similar to P is equal to mv. Okay. Now, if no external torque acting on a system, then the total angular momentum of the system remains conserved. അതാണ് law of conservation of angular momentum. ഒരുപാട് അപ്ലിക്കേഷൻസ് പറയാവുന്ന ഒരു ലോ ആണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. എന്താ ലോ എന്താ പറയുന്നത്? ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, then the total angular momentum of the system remains conserved. L is equal to I omega എന്തായിരിക്കും? L equal to I omega കോൺസ്റ്റന്റ് ആയിരിക്കും. L is equal to I omega കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല എങ്കിൽ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ മീനിങ് ഇതാണ്. L is equal to I omega കോൺസ്റ്റന്റ് ആണ്. കാരണം L equal to I omega കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഐ കൂട്ടി മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂട്ടിക്കഴിഞ്ഞാൽ ഒമേഗ ആംഗുലാർ വെലോസിറ്റി, അത് കറങ്ങുന്ന വെലോസിറ്റി കുറയും. എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല എങ്കിൽ, ഒരു എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യാതെ ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറിക്കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് മാറും എന്നർത്ഥം. ഓക്കെ, എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാതെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറണമെങ്കിൽ എന്ത് മാറിയാൽ മതി? അതിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറിയാൽ മതി. മാസ് മാറണമെന്നില്ല. ഒരേ ബോഡി അതിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ച് വന്നാൽ മതി. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഞാൻ ഇങ്ങനെ കൈ സ്ട്രെച്ച് ചെയ്താൽ എൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. കാരണം മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറി. അപ്പൊ കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുന്നുണ്ട്. അബൌട്ട് ആൻ ആക്സിസ്, നമ്മൾ സെൻട്രൽ ഒരു ആക്സിസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പല രീതിയിൽ. അപ്പോൾ അത് ഒരുപാട് എക്സാമ്പിൾസ് പറയാം. നിങ്ങൾക്കറിയാം, വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്ന ആൾക്കാർ, വെള്ളത്തിലേക്ക് ഹൈ ബോട്ട് ഡൈവേഴ്സ്, മേലെന്ന് വെള്ളത്തിലേക്ക് കറങ്ങി വീഴുന്ന എങ്ങനെയാ? കൈയും കാലൊക്കെ ഫോൾഡ് ചെയ്യും. കൈയും കാലൊക്കെ ഫോൾഡ് ചെയ്തിട്ട് അവരങ്ങ് മറിയാണ്. ആ സമയത്ത് ഐ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറവായിരിക്കും. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ കുറഞ്ഞാലോ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ കുറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ആംഗുലാർ സ്പീഡ് കൂടും. അപ്പൊ നല്ല സ്പീഡിൽ ഇങ്ങനെ കറങ്ങിയിട്ടാണ് പോവുക. ഇനി അങ്ങനെ വെള്ളത്തിലേക്ക് എത്തും. വെള്ളത്തിലേക്ക് വീഴാൻ നേരത്തെ അവർ എന്ത് ചെയ്യും? കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്യും. കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒമേഗ ഐ കൂടും ഒമേഗ കുറയും. അപ്പൊ സേഫ് ആയിട്ട് താഴെ ലാൻഡ് ചെയ്യും. സ്പീഡ് കുറഞ്ഞ് ലാൻഡ് ചെയ്യും. ഓക്കെ, വേറെ എക്സാമ്പിൾ, ഈ ചെയറിലൊക്കെ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ല, ഇങ്ങനെ കറങ്ങുന്ന ചെയറിൽ ഡാൻസ് ചെയ്യുന്ന അവർ ചെയറിൽ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഡാൻസ് ചെയ്യുമ്പോൾ കൈ കാലൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ അവരെന്ത് ചെയ്യുക? കൈയൊക്കെ സ്ട്രെച്ച് ചെയ്യും. ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്പീഡ് കുറയും.
എന്താ അവിടെ എക്സ്റ്റേണൽ ടോർക്ക് വരുന്നില്ല. എക്സ്റ്റേണൽ ടോർക്ക് വരുന്നില്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. എൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്താൽ ഒമേഗ ചേഞ്ച് ചെയ്യണം. ഐ കൂടുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒമേഗ കുറയണം. ഐ കുറയുകയാണെങ്കിൽ ഒമേഗ കൂടണം. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ക്യാറ്റ് പൂച്ച മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ 4 കാലിലേ വീഴും. നിങ്ങളൊരു പൂച്ചാനെ മേലെ കൊണ്ട് വിട്ടിട്ടാൽ ആ 4 കാലിൽ സേഫ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പൊ 4 കാലിൽ വീഴുകയാണെങ്കിൽ അവിടെ എന്ത് പറയും? അവിടെ 2 കാലൊക്കെ സ്ട്രെച്ച് ചെയ്യാണ് ചെയ്യുന്നത്. പൂച്ച വീണ് കഴിഞ്ഞാൽ താഴെ എത്താൻ സമയത്ത് അത് കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്യും. കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്താൽ അത് സ്പീഡ് കുറയും, പതുക്കെ ലാൻഡ് ചെയ്യും, ഒമേഗ കുറയും കൈ കൂട്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ പല പല എക്സാമ്പിൾസുകളും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു റോ എഗ്ഗും ഒരു ബോയിൽഡ് എഗ്ഗും നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാം. നമുക്ക് 2 മുട്ട തന്നിരിക്കുകയാണ്. റോ എഗ്ഗും ഒരു ബോയിൽഡ് എഗ്ഗും തന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പൊട്ടിച്ച് നോക്കാതെ തന്നെ തിരിച്ചറിയാം. 2നെയും കറക്കി നോക്കാം. പെട്ടെന്ന് നിൽക്കുന്നത് ഏതായിരിക്കും? ഒമേഗ കുറവുള്ളത് മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിയതായിരിക്കാം. ബോയിൽഡ് എഗ്ഗിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറവായിരിക്കും. സോളിഡ് സ്പിയർ പോലെ, സോളിഡ് സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? സോളിഡ് സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ 2/5 mr². ഹോളോ സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? 2/3 mr². ആർക്കാ കൂടുതൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ? ഹോളോ സ്പിയറിനാണ് അല്ല, സോളിഡ് സ്പിയറിന് കുറവാണ്. അതുപോലെ ബോയിൽഡ് എഗ്ഗ് സോളിഡ് സ്പിയർ പോലെയാണ്, അതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറവാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞാൽ എന്ത് കൂടും? ഒമേഗ കൂടും. അത് കുറെ നേരം കറങ്ങും. ബോയിൽഡ് ഇത് പച്ചമുട്ടയാണെങ്കിലോ അവിടെ മാസൊക്കെ സൈഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അത് കറങ്ങുന്ന സമയത്ത് മാസൊക്കെ സൈഡിലേക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയി കൂടും. ആയി കൂടിക്കഴിഞ്ഞാൽ ഒമേഗ കുറയും, അത് പെട്ടെന്ന് നിന്ന് പോകും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഒരു രീതിയിൽ വെലോസിറ്റി അല്ലെങ്കിൽ റൊട്ടേഷണൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത്? ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ then the total angular momentum of the system remains conserved. This is called a law of conservation of angular momentum, that is equal to L equal to I omega constant. അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറിക്കഴിഞ്ഞാൽ റൊട്ടേഷണൽ സ്പീഡ് ചേഞ്ച് ചെയ്യും. ഹൈ ബോൾ ഡൈവേഴ്സ്, പൂച്ച താഴേക്ക് ചാടുന്നത്, അതുപോലെ ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടി, അതുപോലെ റോ എഗ്, അതുപോലെ ബോയിൽഡ് ഒക്കെ തിരിച്ചറിയുന്നത്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റോളിംഗ് മോഷൻ നോക്കാം. റൊട്ടേഷൻ മോഷൻ പഠിച്ചു, ഓൾറെഡി ട്രാൻസ്ലേഷൻ അറിയാം. രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന മോഷനാണ് റോളിംഗ് മോഷൻ. നമ്മുടെ വീലൊക്കെ, വണ്ടിയുടെ വീലൊക്കെ ഇങ്ങനെ പോകുന്നത്, അതിങ്ങനെ കറങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവാണ് അല്ലെ? കറങ്ങിക്കൊണ്ട് പോവുക റൊട്ടേഷൻ മോഷൻ, മുന്നോട്ട് പോകുന്നത് ട്രാൻസ്ലേറ്ററി മോഷൻ. അപ്പൊ 2 മോഷനും കൂടി വരുന്നതാണ് റോളിംഗ് മോഷൻ. റോളിംഗ് മോഷൻ പെർഫെക്റ്റ് ആകണമെങ്കിൽ സ്ലിപ്പ് ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് സ്ലിപ്പിംഗ് അത് റോൾ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു വീൽ ഇങ്ങനെ കറങ്ങാണ്. ഒമേഗ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റിയിൽ യൂണിഫോം സ്പീഡ് നടത്താം, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കതിന്റെ സെൻട്രലിലൂടെ ഒരു ആക്സിസ് എടുക്കാം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സെന്റർ ഓഫ് മാസ് എടുത്തു കഴിഞ്ഞാൽ ആ വീലിന്റെ സെന്റർ ഓഫ് മാസ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വെലോസിറ്റി ഉണ്ട്. സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി നമ്മൾ VCM എന്നുണ്ട്. ഈ ഒരു വെലോസിറ്റി മാത്രമേ ഉള്ളൂ, അവിടെ റൊട്ടേഷണൽ വെലോസിറ്റി ഇല്ല. കാരണം എന്താ? റൊട്ടേഷണൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ V = R ഒമേഗ അല്ല. സെന്റർ ഓഫ് മാസിൽ അതിങ്ങനെ കറങ്ങുമ്പോൾ അവിടെ R 0 ആണ്. അപ്പൊ V എന്തായിരിക്കും? VR എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസിന് ഒറ്റ വെലോസിറ്റി ഉള്ളൂ, ട്രാൻസ്ലേഷൻ വെലോസിറ്റി മാത്രം. അതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു പോകും. സെന്റർ ഓഫ് മാസ് കാണുന്നില്ല. സെന്റർ ഓഫ് മാസിൽ എന്ത് മാത്രമേ ഉള്ളൂ? ട്രാൻസ്ലേഷൻ മാത്രം. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ സെന്റർ ഓഫ് മാസ് ഇവിടെ എത്തിയിരിക്കും. ഇവിടെയുള്ള സെന്റർ ഓഫ് മാസ് കുറെ കഴിഞ്ഞാൽ ഇവിടെ റൊട്ടേഷൻ ഇല്ല, അതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ബാക്കിയുള്ള പാർട്ടിക്കിൾസിന് 2 വെലോസിറ്റി ഉണ്ടാവും. അതിന് ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്, റൊട്ടേഷൻ നടക്കുന്നു. അതാണ് റോളിംഗ് മോഷൻ. റോളിംഗ് മോഷനിൽ 2 മോഷൻ ഉണ്ട്, 2 വെലോസിറ്റി ഉണ്ട്. ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയും റൊട്ടേഷണൽ വെലോസിറ്റി. സപ്പോസ് P2 എന്നുള്ളൊരു പാർട്ടിക്കിൾ, ഞാനിവിടെ P2 എടുത്തിട്ടുണ്ട്. ആ P2 എടുത്തു കഴിഞ്ഞാൽ അതിന് 2 വെലോസിറ്റി. ഒന്ന് ഡ്യൂ ടു ട്രാൻസ്ലേറ്ററി മോഷൻ ആണ്. ആ വെലോസിറ്റി
VCM അല്ലേ? എല്ലാ പാർട്ടികളും ട്രാൻസ്ലേഷൻ ഒരേപോലെയാണ്. ഇവിടെയുള്ള സാധനം കുറച്ച് ഇവിടെ എത്തും. അപ്പോൾ VCM ട്രാൻസ്ലേഷൻ വെലോസിറ്റി ഒറ്റൊന്നുമില്ല. VCM അത് കോൺസ്റ്റന്റ് ആണ്. ഡ്യൂ ടു റൊട്ടേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? VR അത് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആ ബോഡിയിലെ ഡിഫറെന്റ് പാർട്ടിക്കിൾസിന് ഡിഫറെന്റ് റൊട്ടേഷണൽ വെലോസിറ്റി ആയിരിക്കും. ഒരു വീല് കറങ്ങുകയാണെങ്കിൽ ആ വീലിന്റെ ആ സൈഡിലുള്ള പാർട്ടിക്കിൾസിനൊക്കെ റൊട്ടേഷണൽ വെലോസിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താ? ആറ് കൂടുതലാണ്. അടുത്ത് സെൻട്രലിലേക്ക് വരുന്നതോറും അതിന് ആറ് കുറയും, അപ്പോൾ വെലോസിറ്റിയും കുറയും. ഓക്കെ, അതേസമയം ട്രാൻസ്ലേഷൻ വെലോസിറ്റി എല്ലാത്തിനും സെയിം ആണ്, VCM തന്നെയായിരിക്കും. ഇതാണ് റോളിംഗ് മോഷൻ. നമുക്ക് രണ്ട് പോയിന്റ് പ്രത്യേകം നോക്കണം. ഒന്ന് P0, P1. ഈ P0 പ്രത്യേകത ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നത്, നമ്മുടെ ടയർ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന പോയിന്റില് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എപ്പോഴും 0 ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ P0 എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ അവിടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി ഇങ്ങോട്ടേക്ക് ആയിരിക്കും, അത് VCM ആയിരിക്കും. അതിന് ഡൗട്ട് ഒന്നുമില്ല. റൊട്ടേഷൻ വെലോസിറ്റി ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ റൊട്ടേഷൻ വെലോസിറ്റി ഇവിടെ ടാൻജന്റ് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാകാം, ഇങ്ങോട്ടേക്കായിരിക്കും. അത് റേഡിയസ് നമ്മൾ 6 എന്ന് എടുക്കുകയാണെങ്കിൽ റേഡിയസ് 6 ആണെങ്കിൽ R⍵ ആയിരിക്കും. ഈ R⍵ VCM-ന് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. VCM-ന് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാലല്ല നോക്കാം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് P0 ആണ്. P0 എന്ന പോയിന്റ് എടുത്താൽ അവിടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി VCM റൊട്ടേഷണൽ വെലോസിറ്റി R⍵ ഈക്വലാൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ VCM പ്ലസ് R⍵ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈ പോയിന്റിൽ എപ്പോഴും 0 ആയിരിക്കും. ടയർ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന പോയിന്റില് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, അതിന് ട്രാൻസ്ലേഷൻ വെലോസിറ്റി ഉണ്ട്, റൊട്ടേഷൻ വെലോസിറ്റി നേരെ ഓപ്പോസിറ്റ് ആണ്, ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അതേ സമയത്ത് ഇവിടെ മേലെ പോയിന്റ് ഉണ്ട് P1. എന്നിവിടെ P1 എടുത്തിട്ടുണ്ട്. ആ P1-ലാണെങ്കിൽ ഇത് അതിങ്ങനെ കറങ്ങി ഇങ്ങോട്ടേക്കാണ് VR വരിക. V1 എന്ന് പറയുന്നത് VR പ്ലസ് VCM ആണ്. അവിടെ VCM ഈക്വൽ ടു R⍵ ആയിരിക്കും. VCM ഈക്വൽ ടു R⍵ എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഡബിൾ ആയിരിക്കും. ആ P1-ലെ വെലോസിറ്റി 2VCM ആയിരിക്കും, ഡബിൾ ആയിരിക്കും. രണ്ട് പോയിന്റ് റോളിംഗ് മോഷനിൽ ഓർത്തിരിക്കാം. ആ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിൽ, ഗ്രൗണ്ട് ടച്ച് ചെയ്ത പോയിന്റിലെ ഇൻസിഡൻസ് വെലോസിറ്റി 0 ആയിരിക്കും. അതിന്റെ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് ഉള്ള പോയിന്റില് ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് റോളിംഗ് മോഷന്റെ പ്രത്യേകത. ഈ വെലോസിറ്റീസ് ഓർത്തിരിക്കുക. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഏതൊരു പോയിന്റ് എടുത്താലും P2 ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ രണ്ട് വെലോസിറ്റി ഉണ്ടാവും, രണ്ടിന്റെയും കൂടി സം ആയിരിക്കും. ആ സം എന്ന് പറയുന്നത് ഒന്ന് VCM കോൺസ്റ്റന്റ് ആണ്, മറ്റേത് R⍵ അതിന്റെ പിന്നെ ആക്സിസ് എന്നുള്ള ദൂരമായിരിക്കും. ഓക്കെ, നമ്മൾ വെക്ടർ സം അഡീഷൻ എടുക്കാൻ മതി. റോളിംഗ് മോഷൻ. ഇനി റോളിംഗ് മോഷന്റെ കൈനറ്റിക് എനർജി നോക്കാം. ഒരു റോളിംഗ് മോഷന്റെ കൈനറ്റിക് എനർജി രണ്ട് പാർട്ട് ഉണ്ടാകും. കാരണം രണ്ട് മോഷനാണ്, ട്രാൻസ്ലേഷനും റൊട്ടേഷനും. അതുകൊണ്ട് രണ്ട് കൈനറ്റിക് എനർജി ഉണ്ടാകും. ഒന്ന് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ആണ്, ഒന്ന് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ആണ്, ഒന്ന് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ആണ്. കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ എന്താണ്? ഹാഫ് m വെലോസിറ്റി VCM ആണല്ലോ, ഹാഫ് m VCM സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ട്രാൻസ്ലേഷൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് VCM. ഈ റൊട്ടേഷൻ കൈനറ്റിക് എനർജി എന്തായിരിക്കും? നമ്മൾ അത് കണ്ടുപിടിച്ച് നേരത്തെ ഹാഫ് I⍵ സ്ക്വയർ, ഹാഫ് I⍵ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടും. നോക്കിക്കോ, ടോട്ടൽ kinetic energy equal to half m VCM square plus half I⍵ square. Ideal. Half m VCM square മാറ്റാനൊന്നുമില്ല. half I മാറ്റാം. എന്താ I? I എന്താ? m k square.
അപ്പൊ ഐക്ക് പകരം ഞാൻ കെ സ്ക്വയർ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എം മാസ്, കെ റേഡിയസ് ഓഫ് ഗിയറേഷൻ. ഓക്കെ, ഇനി എന്താ ഒമേഗ ഉണ്ട്. ഒമേഗ ഈക്വൽ ടു എന്താ, VCM R ഒമേഗ ആണ്. അപ്പൊ ഒമേഗ ഈക്വൽ ടു യെസ് VCM ബൈ R ആണ് അല്ലേ. ഒമേഗ ഈക്വൽ ടു VCM ബൈ R ആണ്. അപ്പൊ VCM ബൈ സോറി ഇവിടെ ഇൻറ്റു ആണ്. I ഒമേഗ സ്ക്വയർ I ഇൻറ്റു ഐക്ക് എം കെ സ്ക്വയർ കൊടുത്തു ഇൻറ്റു VCM by R whole square VCM square by R square. Clear ആണ്. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഐയും ഒമേഗ സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള ടേം നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്തൊക്കെ കോമൺ ആയിട്ടുള്ള, ഹാഫ് എം VCM സ്ക്വയർ കോമൺ. ബാക്കി ഇവിടുന്ന് മുഴുവൻ എടുത്തു 1 പ്ലസ് ഇവിടെ ബാക്കി എന്നുള്ള കെ സ്ക്വയർ ഉണ്ട്. പിന്നെയോ താഴെ ആർ സ്ക്വയർ ഉണ്ട്, കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പൊ റോഡിംഗ് മോഷന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇത് കാണാതെ പഠിച്ചു വെച്ചോളാം. ഡെറിവേഷൻ പഠിക്കാൻ എളുപ്പമാണ്, ഇക്വേഷൻ കാണാതെ പഠിക്കണം. കാരണം ഏത് ടൈപ്പ് ബോഡി റോൾ ചെയ്യാനും, ഒരു റിംഗ് ആണെങ്കിലും ഡിസ്ക് ആണെങ്കിലും സ്പിയർ ആണെങ്കിലും സിലിണ്ടർ ആണെങ്കിലും അത് റോൾ ചെയ്യുകയാണെങ്കിലും അതിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. ഹാഫ് എം VCM സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. എല്ലാത്തിനും കോമൺ ആണ്, റിംഗ് ആണെങ്കിലും സ്പിയർ ആണെങ്കിലും ഡിസ്ക് ആണെങ്കിലും എല്ലാത്തിലും. പക്ഷെ അവിടെ ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടാകും. ഏതായിരിക്കും ചേഞ്ച് ചെയ്യുക? യെസ്, കെ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിഫറെന്റ് ബോഡിക്ക് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, റിംഗിന് എബൌട്ട് ആക്സിസ് പെർപെൻഡിക്കുലർ ടു is plane and passing through center ആണെങ്കിൽ k equal to r ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും k equal to r അല്ല, അത് r/√2 വരാം. അങ്ങനെ ഡിഫറെന്റ് കേസുകൾ വരാം. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു എം കെ സ്ക്വയറുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് പിന്നെ കമ്പയർ ചെയ്താൽ നമുക്ക് കെ കിട്ടും. ആ കെ മാത്രമേ മാറുന്നുള്ളൂ. റോളിംഗ് മോഷന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം VCM സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഓക്കെ, ഡിഫറെന്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. റോളിംഗ് മോഷൻ, ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന മോഷൻ. ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്.